ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 51 അഘാസുരവധവും വനഭോജനവും. ശ്ലോകം 7. ക്ഷണം ദിവി ത്വദുപഗമാർത്ഥമാസ്ഥിതം മഹാസുരപ്രഭവമഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നൃതുരഥോ ജഗുസുരാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ക്ഷണം ദിവി ത്വത് ഉപഗമാർത്ഥം ആസ്ഥിതം മഹാസുര പ്രഭവം അഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനം അഞ്ജസാ നഭസ്ഥലേ നൃതുർ അഥോ ജഗുഃ സുരാ. നമുക്കതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ക്ഷണം അല്പസമയം, ദിവി ആകാശദേശത്ത്, ത്വദുപഗമാർത്ഥം അങ്ങ് പുറത്തു വരാൻ വേണ്ടി, ആസ്ഥിതം കാത്തിരുന്നു, മഹത് മഹത്തായ തേജസ്, വിനിർഗതേ പുറത്തു വന്നു, നിലീനം ലയിച്ചു, അഞ്ജസാ വേഗം, ത്വയി അങ്ങിൽ, അഹോ ആശ്ചര്യം തന്നെ, അഥ അനന്തരം, നഭസ്ഥലേ ആകാശദേശത്ത്, സുരാ നൃതു ദേവന്മാർ നൃത്തം വെച്ചു, ജഗു ച പാടി പുകഴ്ത്തുകയും ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ക്ഷണം ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദിവി ത്വത് എന്നുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഉപഗമാർത്ഥം അർത്ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആസ്ഥിതം സ്ഥി എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. മഹാസുര പ്രഭവം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അഹോ മഹോ മഹത് വിനിർഗതേ 2 ഗ എന്നുണ്ട്, മെല്ലെ ഊന്നണം. ത്വയി തു നിലീനം അഞ്ജസ ഞ ജ എന്നാണ് അഞ്ജസ. നഭസ്ഥലേ അത് ഒന്നിച്ചിട്ടുള്ളൊരു വാക്കാണ്. നഭ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്ഥലേ എന്നുള്ളതിൻ്റെ സ്ഥ എന്നും ഊന്നി പറയാനുള്ളതാണ്. നൃതുർ അഥോ ജഗു അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സുരാന്ന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ജഗുസുരാ 2 സാന്ന് വേണം. നീട്ടിയിട്ട് വിസർഗം ലാസ്റ്റിൽ ജഗുസുരാ അങ്ങനെ നിർത്താം. ക്ഷണം ദിവി ത്വദുപഗമാർത്ഥമാസ്ഥിതം മഹാസുരപ്രഭവമഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നൃതുരഥോ ജഗുസുരാ. അടുത്തത് 8ാമത്തെ ശ്ലോകം. സവിസ്മയൈ കമലഭവാദിഭിഃ സുരൈരനുദ്രുതസ്തദനു ഗതഃ കുമാരകൈഃ ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർഭവാനതനുത ഭോജനോത്സവം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. സവിസ്മയൈ കമല ഭവാദിഭിഃ സുരൈർ അനുദ്രുത സ്തദനു ഗതഃ കുമാരകൈഃ ദിനേ പുനസ്തരുണ ദശാം ഉപേയുഷി സ്വകൈർ ഭവാൻ അതനുത ഭോജനോത്സവം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തദനു അനന്തരം, സവിസ്മയൈ വിസ്മയത്തോടു കൂടിയ, കമലഭവാദിപി ബ്രഹ്മാവ് തുടങ്ങിയവരാൽ, അനുദ്രുത ആകാശത്തിലൂടെ പിന്തുടരപ്പെട്ടവനും, കുമാരകൈ ഗോപബാലന്മാരോട്, ഗത ചേർന്നവനുമായ, ഭവാൻ അങ്ങ്, പുനഃ പിന്നീട്, ദിനേ പകൽ സമയത്ത്, തരുണദശാം ഊർജത്തെ, ഉപേയുഷി പ്രാപിച്ചപ്പോൾ, സ്വകൈ സ്വന്തം കൂട്ടുകാരൊന്നിച്ച്, ഭോജനോത്സവം വനഭോജന സന്തോഷത്തെ, അതനുത ചെയ്തു അല്ലെങ്കിൽ അനുഭവിച്ചു. ഇതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സവിസ്മയൈ അവിടെ വിസർഗം, കമലഭവാദിഭി അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ സുരൈ എന്നുള്ളതിന്
ഒരു സാന്ന് മതി. ഭാന്നും ഭീന്നും നന്നായിട്ട് ഊന്നി പറയണം. അവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ പിന്നെ അനുദ്രുതസ്തതനു അങ്ങനെയാണ് വരിക. ചേർത്ത് ചൊല്ലുമ്പോൾ രാന്ന് വരും. രനുദ്രുതസ്തതനു ചേർത്ത് ചൊല്ലുമ്പോൾ. ഗത അവിടെ വിസർഗം. കുമാരകൈ അവിടെയും വിസർഗം. ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർ ഭവാൻ അതനുത. ഭവാൻ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭോജനോത്സവം ഭോ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. സ താസാന്ന് ചേർത്ത് എഴുതിയത്. ഭോജനോത്സവം അങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത്. സാന്ന്. സവിസ്മയൈ കമലഭവാദിഭിസുരൈരനുദ്രുതസ്തദനുഗത കുമാരകൈ ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർഭവാനതനുത ഭോജനോത്സവം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.